على أشرف المرسلين وعلى آله وصحبه أجمعين. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما خلقت الجن والإنس إلا ليعبدون. ഏറ്റവും ആദരവും ബഹുമാനവും നിറഞ്ഞ ബഹുമാനപ്പെട്ട ഉസ്താദ് അവരുകളെ, കമ്മിറ്റി ഭാരവാഹികളടക്കമുള്ള നാട്ടിലെ നേതാക്കളെ, മറ്റു മുഅ്മിനീങ്ങളെ, പിഞ്ചോമന കുട്ടികളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മയുടെ ഒരുമിച്ച് കൂട്ടിയതുപോലെ നമ്മയും നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദന്മാർ, നമ്മെ സ്നേഹിച്ച സഹായിച്ച എല്ലാവരെയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസ് എന്ന സുഖലോക സ്വർഗ്ഗത്തിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനി വരുന്ന റമളാനിന്റെ ദിനരാത്രികളിൽ നല്ലവണ്ണം ഇബാദത്തുകൾ ചെയ്ത് അല്ലാഹുവിലേക്ക് അടുക്കുന്ന മുത്തഖീങ്ങളിൽ നമ്മേവരെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സ്വാലിഹായ അമലിന്റെ കൂട്ടത്തിൽ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആധുനികമായി നാം ഈ ഒരു ജീവിക്കുന്ന ഈ ഒരു പുതിയ കാലത്ത് ഒരു നീചമായ കാലഘട്ടത്തിലൂടെയാണ് നാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. കാരണം നാം ഏവരും സമൂഹ മാധ്യമങ്ങളിൽ കണ്ടതുപോലെ നമ്മുടെ അയൽ സംസ്ഥാനമായ കേരളക്കരയിൽ വെച്ച് ഒരു പ്രൗഢ വിഭാഗത്തിലെ കേവലം ഒരു 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ അതേ സ്കൂളിൽ പഠിക്കുന്ന മറ്റു ചില വിദ്യാർത്ഥി സംഘം അവിടെ നിന്ന് മാനസികമായി പീഡിപ്പിക്കുന്നു. തുടർന്ന് ആ ഒരു വിദ്യാർത്ഥി അവിടെ നിന്ന് ആത്മഹത്യ ചെയ്യുന്നു. മാത്രമല്ല, കോഴിക്കോടിൽ വെച്ച് ഒരു 10ാം ക്ലാസ്സുകാരനായ ഒരു വിദ്യാർത്ഥിയെ, കേവലം 10ാം ക്ലാസ്സുകാരനായ ഒരു വിദ്യാർത്ഥിയെ ഒരു ട്യൂഷൻ സെന്ററിൽ വെച്ച് നടന്ന ഒരു ചെറിയ പ്രശ്നത്തിന്റെ പേരിൽ അതേ ക്ലാസ്സിൽ പഠിക്കുന്ന ചില വിദ്യാർത്ഥി സംഘം അവിടുന്ന് പദ്ധതിയിടുകയും അവിടുന്ന് അവനെ അടിച്ചു കൊല്ലുകയാണ് ഉണ്ടായത്. മാത്രമല്ല, ഒരു 23 വയസ്സ് മാത്രമുള്ള ചെറുപ്പക്കാരൻ, അതിലുമുപരി ഒരു മുസ്ലിമായ ചെറുപ്പക്കാരൻ മയക്കുമരുന്നിന്റെ ലഹരിയിൽ അവന്റെ കുടുംബാംഗങ്ങളിൽപ്പെട്ട 5 പേരെ അവിടുന്ന് സ്വത്തികയിൽ അടിച്ചു കൊല്ലുകയാണ്. മാത്രമല്ല, തന്നെ നൊന്തു പ്രസവിച്ചു പെറ്റുപോറ്റിയ സ്വന്തം ഉമ്മയെ പോലും അവൻ ആ ഒരു മയക്കുമരുന്നിന്റെ ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ട് അവിടുന്ന് കൊല്ലാൻ വേണ്ടി ശ്രമിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നാം ഒന്ന് ചിന്തിച്ചു നോക്കണം. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള നീചമായ പ്രവർത്തനങ്ങൾ നമ്മുടെ ഈ ഒരു സമുദായത്തിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇത്രയും നേരെ മദ്യത്തിനും ഇത്തരത്തിനേരെ ലഹരിക്കും അടിമപ്പെട്ടുകൊണ്ടുള്ള ഈ ഒരു പുതിയ കാലത്ത് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള മോശമായ ചുറ്റുപാട് നമുക്കിടയിൽ സംഭവിക്കുന്നത് എന്ന് ഞാൻ ചോദിച്ചാൽ, എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ പറയട്ടെ, നമ്മുടെ മക്കളിൽ, നമ്മുടെ സമുദായത്തിൽ ആത്മീയമായ ചിന്തകൾ വളരെ കുറവായിക്കൊണ്ടിരിക്കുകയാണ്. നാം ലൗകികമായി സ്കൂൾ മേഖലയിലാവട്ടെ, കോളേജ് മേഖലയിലാവട്ടെ, ഡിഗ്രിയും പിജിയും മുതലായ എല്ലാ ലൗകികമായ പഠനങ്ങൾ നമ്മുടെ മക്കളിലേക്ക് നൽകുമ്പോൾ മതപരമായ ഇൽമുകൾ, മദ്രസ വിദ്യാഭ്യാസങ്ങൾ നൽകുന്നതിൽ നാം വളരെ പിൻപന്തിയിൽ നിൽക്കുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള പരിശുദ്ധമായ ഇസ്ലാമിന്റെ ആശയങ്ങൾക്കും ആദർശങ്ങൾക്കും ബദ്ധമായി കൊണ്ടുള്ള ജീവിതം നയിക്കുന്നതിൽ നമ്മുടെ ഈ ഒരു പുതിയ തലമുറ വളരെ പിൻപന്തിയിലാണ്. പക്ഷേങ്കിലും എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നാം ഒന്ന് ചിന്തിച്ചു നോക്കണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ ഒരു മനുഷ്യന്മാരായിക്കൊണ്ട്, അതിലുമുപരി നമ്മൊരു മുസ്ലിംമാരായിക്കൊണ്ട് എന്തിനാണ് ഈ ഒരു ഭൂമിയിലേക്ക് അല്ലാഹു സൃഷ്ടിച്ചിട്ടുള്ളത്? വെറുതെ ഈ കാണുന്ന ആകാശത്തിനെയോ ഈ കാണുന്ന ഭൂമിയെയോ സസ്യവർഗങ്ങളെയോ മൃഗങ്ങളെയോ അല്ലാഹു സൃഷ്ടിച്ചിട്ടില്ല. അല്ലാഹുവിന്റെ ഓരോ സൃഷ്ടിപ്പിന്റെ പിന്നിലും ഓരോ ഹിക്മത്തുകളുണ്ട്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ചോദിക്കുകയാണ്, അം ഹസിബ്തും അന്നമാ ഖലഖനാകും ഹബസ. ഓ മനുഷ്യ, നീ വിചാരിക്കുന്നുണ്ടോ നിന്നെ ഈ ഒരു ഭൂമി ലോകത്തിലേക്ക് ഞാൻ വെറുതെ സൃഷ്ടിച്ച് അയച്ചതാണെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ ഈ ഒരു ഭൂമിയിലേക്ക് മനുഷ്യന്മാരായി കൊണ്ട് വെറുതെ അയച്ചതല്ല. പിന്നെ എന്തിനാണ് അല്ലാഹു അയച്ചത്? മനുഷ്യന്മാരായി കൊണ്ട് നമ്മെ ഈ ഒരു ഭൂമിയിലേക്ക് അയച്ചത് എന്താണ് നമ്മുടെ ദൗത്യം? അതിന് കാരണമായി കൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വീണ്ടും പരിശുദ്ധ ഖുർആനിൽ പറയുകയാണ്, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യവർഗത്തിനെയും ജിന്നുവർഗത്തിനെയും എനിക്ക്
ആരാധിക്കാൻ വേണ്ടിയിട്ടല്ലാതെ ഞാൻ ഈ ഭൂമി ലോകത്തിൽ സൃഷ്ടിച്ചിട്ടില്ല. മനുഷ്യവർഗത്തിനെയും ജിന്നുവർഗത്തിനെയും എനിക്ക് അമൽ ചെയ്യാൻ വേണ്ടിയിട്ടല്ലാതെ ഞാൻ ഈ ഭൂമി ലോകത്തിൽ സൃഷ്ടിച്ചിട്ടില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ ഓരോരുത്തരുടെ ദൗത്യം അല്ലാഹുവിനെ അറിയുക എന്നുള്ളതാണ്, അല്ലാഹുവിലേക്ക് ഇബാദത്ത് ചെയ്യുക എന്നുള്ളതാണ്. എന്നാൽ അല്ലാഹുവിലേക്ക് ഇബാദത്ത് ചെയ്യുന്നത് എങ്ങനെയാണ്? അല്ലാഹുവിലേക്ക് ഇബാദത്ത് ചെയ്യുന്നത് 3 വിഭാഗത്തിലാണ്. ഒന്നാമത്തെ വിഭാഗം ഏതെന്നറിയോ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ? എനിക്ക് സ്വർഗത്തിൽ പോകണം, എനിക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം എന്നുള്ള ചിന്തയോടെ അല്ലാഹുവിലേക്ക് ഇബാദത്ത് ചെയ്യുന്നവരാണ്. ഇങ്ങനെയുള്ള ആളുകളെ കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബിൽ സൂചിപ്പിക്കുന്നത് വദഖുലുൽ ജന്നത ബിമാ കുൻതും തഅമലൂൻ. നിങ്ങൾ ചെയ്യുന്ന നല്ല നല്ല സൽക്കർമ്മങ്ങളുടെ കാരണം കൊണ്ട് നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിച്ചോളൂ. നിങ്ങൾ ചെയ്യുന്ന നല്ല നല്ല അമലിന്റെ കാരണം കൊണ്ട് നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിച്ചോളൂ. ചുരുക്കി പറഞ്ഞാൽ ഒന്നാമത്തെ വിഭാഗം സ്വർഗത്തിനെ ആഗ്രഹിച്ചുകൊണ്ട് അല്ലാഹുവിലേക്ക് ഇബാദത്ത് ചെയ്യുന്ന വിഭാഗമാണ്. എന്നാൽ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹുവിലേക്ക് ഇബാദത്ത് ചെയ്യുന്ന രണ്ടാമത്തെ വിഭാഗം ഏതെന്നറിയോ? അവർ അല്ലാഹുവിലേക്ക് ഇബാദത്ത് ചെയ്യുന്നത് അല്ലാഹുവിന്റെ കൽപ്പനക്കനുസരിച്ചാണ്. അല്ലാഹു അവൻ നമ്മെ സൃഷ്ടിച്ചിട്ടുണ്ട്, നമുക്ക് ഒരുപാട് നിഅമത്തുകൾ അല്ലാഹു ചെയ്തു തന്നിട്ടുണ്ട്. ഒരു മനുഷ്യൻ അല്ലാഹു അവനിക്ക് ചെയ്തു കൊടുത്ത നിഅമത്തിനെ കണക്കൂട്ടി നോക്കുകയാണെങ്കിൽ, ആരെങ്കിലും ഒരാൾ അല്ലാഹു അവനിക്ക് ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങളെ കണക്കൂട്ടി നോക്കുകയാണെങ്കിൽ, അവൻ ഈ ഒരു ദുനിയാവിൽ വെച്ച് എത്ര തന്നെ ഇബാദത്ത് ചെയ്താലും, എത്ര നിസ്കരിച്ചാലും, എത്ര ഖുർആൻ ഓതിയാലും, എത്ര ഇതര സൽക്കർമ്മങ്ങൾ ചെയ്താലും, അല്ലാഹുവിന്റെ കാരുണ്യം കൊണ്ടല്ലാതെ, അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ടല്ലാതെ, അവൻ ചെയ്ത അമലിന്റെ കാരണം കൊണ്ട് അവനിക്ക് ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധ്യമല്ല. അതല്ലേ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹദിയായ ആയിഷ ബിവിയോട് പറയുകയാണ്, ആയിഷ, അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ടല്ലാതെ, അല്ലാഹുവിന്റെ കാരുണ്യം കൊണ്ടല്ലാതെ അവൻ എത്ര ഇബാദത്ത് ചെയ്താലും അതിന്റെ കാരണം കൊണ്ട് അവനിക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധ്യമല്ല ആയിഷ. അപ്പോൾ ആയിഷ ബിബി ചോദിക്കുകയാണ്, വമാ അൻത യാ റസൂലല്ലാഹ്, അല്ലയോ ഹബീബേ, അല്ലയോ നബിയെ, തങ്ങൾക്കും തങ്ങൾ ചെയ്ത അമലിന്റെ കാരണം കൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധ്യമല്ലേ നബിയെ എന്ന് ആയിഷ ബിബി മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കാനുള്ള കാരണം, എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ ജീവിതകാലത്ത് അല്ലാഹുവിലേക്ക് നല്ലോണം ഇബാദത്ത് ചെയ്തിരുന്ന വ്യക്തിയായിരുന്നു. അല്ലാഹുവിനെ നല്ലതുപോലെ ആരാധിച്ചിരുന്ന വ്യക്തിയായിരുന്നു. എന്തിനേറെ പറയണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം മഹദിയായ ആയിഷ ബിവിയുടെ വീട്ടിൽ താമസിക്കേണ്ടിയിരുന്ന ദിവസം, ആ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹദിയായ ആയിഷ ബീവിയോട് സമ്മതം ചോദിച്ചുകൊണ്ട് രാത്രിയിൽ നിന്ന് നമസ്കരിക്കാൻ തുടങ്ങുകയാണ്. അങ്ങനെ നമസ്കരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 2 കാലുകളും അവിടെ നിന്ന് നീരി പിടിക്കുകയാണ്. കുറേ നേരം നിന്നതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 2 കാലുകളും അവിടെ നിന്ന് വണ്ണം വെക്കുകയാണ്. ഇത് കണ്ട ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അവിടെ നിന്ന് സങ്കടത്തോടെ ചോദിക്കുകയാണ്, അല്ലയോ റസൂലേ, അല്ലയോ ഹബീബേ, അങ്ങേ നാളെ പരലോകത്തിലേക്ക് ചെന്നാൽ അങ്ങേക്ക് അല്ലാഹു സ്വർഗം നൽകുമെന്നുള്ളതിൽ സംശയമില്ലല്ലോ. അങ്ങേ നാളെ പരലോകത്തിലേക്ക് ചെന്നാൽ അങ്ങേക്ക് സ്വർഗം നൽകുമെന്നുള്ളതിൽ സംശയമില്ലല്ലോ നബിയേ. പിന്നെ എന്തിനാണ് ഇത്ര ബുദ്ധിമുട്ടിക്കൊണ്ട് അങ്ങ് ഈ രാത്രിയിൽ നിന്ന് നമസ്കരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് മറുപടി നൽകുകയാണ്, എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നാം ഓരോരുത്തരും ചിന്തിക്കണം. ഒരു ചെറിയ പനി വന്നാൽ, അല്ലെങ്കിൽ ഒരു ചെറിയ ജലദോഷം വന്നാൽ, ഒരു ചെറിയ മുട്ടുവേദന വന്നാൽ, ഇതെന്തോ ഒരു മാറാത്ത പനിയാ, ഇതെന്തോ ഒരു മാറാത്ത ജലദോഷമാ എന്നൊക്കെ നാം അല്ലാഹുവിനോട് കുറ്റപ്പെടുത്താറില്ലേ? എന്നാൽ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് മഹദിയായ ആയിഷ ബീവിയോട് പറയുകയാണ്, അഫലാ അകൂന അബദൻ ശകൂറാ, അല്ലയോ ആയിഷ, അല്ലയോ ആയിഷ, എന്റെ റബ്ബ് എനിക്ക് ഒരുപാട് നിഅമത്തുകൾ ചെയ്തു തന്നിട്ടില്ല ആയിഷ, അതിനിക്ക് ഞാൻ അല്പമെങ്കിലും നന്ദി കാണിക്കണ്ടേ ആയിഷ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നാം ഒന്ന് ചിന്തിച്ചു നോക്കണം. ഇനി വരുന്ന ദിനരാത്രികളിൽ നല്ലവണ്ണം ഇബാദത്തുകൾ ചെയ്ത് അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള മനസ്സിൽ നാം ഏവരും മുൻപന്തിയിൽ വരണം.
മാത്രമല്ല നാം എല്ലാ വക്ത് നിസ്കരിക്കുമ്പോൾ ചിലപ്പോൾ ഇതിന്റെ ജീവിതത്തിലെ അവസാനത്തെ നിസ്കാരമായിരിക്കാം, അടുത്ത വക്ത് നിസ്കരിക്കാൻ ഞാൻ ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല എന്നുള്ള ചിന്തയോടെ നാം ഓരോ വക്ത് നിസ്കാരവും നിസ്കരിക്കണം. മാത്രമല്ല നാം ഓരോ വക്ത് നിസ്കരിക്കുമ്പോൾ ഞാൻ ഈ നിസ്കരിക്കുന്നത് എല്ലാം കാണുന്നവനും എല്ലാം കേൾക്കുന്നവനും ലോകത്തിന്റെ രക്ഷിതാവായ അല്ലാഹുവിനിക്കാണ് എന്നുള്ള ചിന്തയോടെ നാം എപ്പോഴും നിസ്കരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് നാളെ പരലോകത്തിൽ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. അതല്ലേ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സൂചിപ്പിക്കുന്നത്, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. ഒരു വിഭാഗം ജനങ്ങൾ നാളെ പരലോകത്തിൽ വിജയിച്ചവരാണ്, ഒരു വിഭാഗം ആളുകൾ നാളെ പരലോകത്തിൽ വിജയിച്ചവരാണ്. എങ്ങനെയുള്ള വിഭാഗമാ, എങ്ങനെയുള്ള ജനങ്ങളാണെന്നറിയോ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ? അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. നിശ്ചയമായിട്ടും അവരവരുടെ നമസ്കാരങ്ങളിൽ നല്ലോണം ഭയഭക്തികളുള്ളവരാണ്. നിശ്ചയമായിട്ടും അവർ ഓരോ വക്തും നിസ്കരിക്കുമ്പോൾ അല്ലാഹുവിനെ വേണ്ടതുപോലെ പേടിച്ചുകൊണ്ട് അല്ലാഹുവിലേക്ക് നിസ്കരിക്കുന്നവരാണ്. ഈ കൂട്ടത്തിൽ അല്ലാഹു നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഇത് മാത്രം സാധനം.